ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തിയേക്കും. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ടെന്ന് സൂചന നൽകുന്നതാണ് മന്ത്രിമാരുടെയും മുതിർന്ന CPIM നേതാക്കളുടെയും പ്രതികരണങ്ങൾ. വിഷയത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം ആവർത്തിച്ചു. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. സർക്കാരിന്റെ അധികാരമുണ്ട്, ഇതാ ഞങ്ങളുടെ നിലപാടെന്ന് ഇപ്പൊ പറഞ്ഞാൽ കോടതിക്കെതിരായി പോയില്ലേ? ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. തെളിച്ചു പറയുന്നില്ലെങ്കിലും ശബരിമല യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ മുൻ നിലപാട് മാറ്റുമെന്നാണ് മന്ത്രിമാരുടെയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ഉടൻ നിലപാട് വ്യക്തമാക്കേണ്ടെന്നാണ് സർക്കാരിന്റെ തന്ത്രപരമായ സമീപനമെങ്കിലും കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം ആശങ്കയുണ്ടാക്കുന്നു. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനാൽ നിലപാട് ചർച്ചയാകും. സർക്കാർ നയം വ്യക്തമാക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അപ്പൊ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. അതേസമയം യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS ആവശ്യപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന്, പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് പറയാതിരിക്കരുതെന്ന് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി 24നോട് പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്ന് SNDP യോഗവും NSSും ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.